നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. എവിടെ വെച്ച് ചേച്ചിനെ കണ്ടേ? അത് ഞാൻ കുറെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളിതിപ്പോ ഫുൾ ക്ലിയർ ചെയ്ത് പോവല്ലേ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ? അപ്പൊ ആളുകൾ വിചാരിക്കും ഇയാൾക്ക് ഇത് തന്നെ ഉള്ളു പണി ഇല്ല, എന്ന് വിചാരിക്കും. എവിടെ വെച്ച് കണ്ടു എന്നുള്ളത് മാത്രം മതി, ഞാൻ പറഞ്ഞല്ലോ. ഡീറ്റെയിലേക്കൊന്നും പോണ്ട. അതായത് എനിക്കൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ആ മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരി അവിടെ വിമലാലയം എന്ന് പറഞ്ഞിട്ടൊരു ആ എനിക്കറിയാം. ആ ആ അവിടെ പഠിക്കുകയായിരുന്നു അവിടെ ഓ ഹോം സയൻസിന്. ഓക്കെ. അപ്പൊ എന്റെ ഷോപ്പിന്റെ മുമ്പിൽ കൂടിയാണ് സ്ഥിരം പോണത്. സ്ഥിരം പോണത്. ഇപ്പൊ മനസ്സിലായി. അപ്പൊ അവരുടെ ഒരു ഡ്രൈവറുണ്ട്, അദ്ദേഹം ഓടിക്ക് പുള്ളിക്കാരി പുറകിൽ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മള് നോക്കുമ്പോ ഡെയിലി പോകുന്നുണ്ട്. അങ്ങനെ കണ്ടു. പിന്നെയാണ് ബാക്കിയുള്ള കഥകളിലേക്ക് ഞാൻ പോണില്ല. മരുന്ന് വാങ്ങാൻ വന്നു, അങ്ങനെ അതങ്ങ് സെറ്റായി അല്ലേ? പക്ഷെ ചേച്ചിക്കും അന്നേരം ആ ഒരു സീരിയൽ ആക്ടറിനോട് കണ്ടിരുന്ന, ചേച്ചി സീരിയലൊക്കെ കാണുമായിരുന്നു ആ സമയത്ത്? ആ കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. അഭിനയിച്ചു എന്നുള്ളതല്ലാതെ അങ്ങനെ ഇതുപോലെ ഞാൻ ഹീറോ ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഓക്കെ. പക്ഷെ ചേച്ചിക്കും ഓക്കെ ആയിരുന്നു അഭിനയം? എതിർപ്പില്ല, അതെപ്പോഴും ഇല്ല, അന്നുമില്ല, ഓക്കെ. എന്നുമില്ല. ഓക്കെ.